ഞാൻ ശബരിമല പോയിട്ടുമില്ല, എനിക്ക് അതിൻ്റെ ചർച്ചയെ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മളെ ഉൾക്കൊള്ളുന്നുണ്ട്. എങ്ങനെ നമ്മളെ ഉള്ളിൽ ശബരിമലയൊക്കെ അവനൊക്കെ മിഴുങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ പറ്റൂ? അറിഞ്ഞുകൂടാ. ആ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മളിവിടെ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്ന ഒരാളാണ്. അല്ല ശബരിമല കേസൊന്നും നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അതിനറിയാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ ചേട്ടൻ, ഞാൻ ഈ കാര്യം അറിഞ്ഞായിരുന്നു, പക്ഷെ എനിക്കിതിനെ പറ്റിയിട്ട് വലിയ അറിവില്ല ചേട്ടൻ. പക്ഷെ ഞാനിതിന് വോട്ടിട്ടിട്ടില്ല. വോട്ടിടുന്നുണ്ട്, ഇടുന്നുണ്ട് ചേട്ടാ, ഇടുന്നുണ്ട്. അയ്യോ ചേട്ടാ, സത്യമായിട്ട് ഞാൻ ആരൊക്കെ ഇലക്ഷൻ നിൽക്കുന്നതെന്ന് പറയാമോ? ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അല്ല, ചേട്ടൻ്റെ അഭിപ്രായത്തിലാണ് ചോദിച്ചത്. ഒരു അഭിപ്രായവും ഇല്ല. ഒരു അഭിപ്രായവും നമുക്ക് മതിയായി. ഇത്രയേ ഉള്ളൂ. ഞാനതിനെ പറ്റിയൊന്നും പറയാനില്ല. എന്തൊന്ന് പറയും? ഇപ്പം പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരാണല്ലോ, അതിൽ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ടോ? എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അഭിപ്രായം മോശമായ അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമോ ശബരിമല എന്ത് വിഷയം? ഒരു വിഷയമില്ല. ഇപ്പോൾ ഉയർന്ന സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയമാണ്. അതൊക്കെ രാഷ്ട്രീയം കളിക്കണല്ലേ, അല്ലാതെ അതിൽ ഒരൊന്നുമില്ല. അതിലവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഈ ചാനലുകാർ ചുമ്മാ കിടന്ന് വർത്തമാനം പറയും പോലെ മനുഷ്യർക്ക് പറയാൻ പറ്റുമോ? ഇന്നൊരു ചരിത്രത്തിൽ ഒരിക്കലും ശബരിമല ആരും തൊട്ട് കളിച്ചിട്ടില്ല. ചെറിയ ചെറിയ കാണിക്കാവഞ്ചികൾ, ചെറിയ ചെറിയ സാമ്പത്തികം വീഴുമ്പോൾ അതെല്ലാം മോട്ടിച്ചുകൊണ്ട് പോകണതല്ലാതെ ഒരു വാതിൽ അതിൻ്റെ പാളി മൊത്തമായി ഇളക്കി അതിപ്പം പറയണമെന്ന് വെച്ചാൽ അതിനെ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇരിക്കുന്ന ഭരണകർത്താക്കന്മാരറിയണ്ടേ? എനിക്കൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. നമ്മുടെ ശബരിമല വിഷയങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ടോ എന്നുള്ളതാണ്. ആയി കാണും. പറയണത് കാര്യം ഇപ്പം നമുക്ക് എന്താണെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാട് വെച്ച് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. കറക്റ്റായിട്ടുള്ള നടപടി ഒന്നും അറിയാത്തത് കൊണ്ട് ഇതിപ്പോൾ കറക്റ്റാണെന്ന് ഒന്നും കോൺഗ്രസ്സാണ്, കമ്മ്യൂണിസ്റ്റാണ്, BJP ആണ് ഇതിൻ്റെ അകത്ത് നായകന്മാരെ ഈ കൊള്ളയിനെക്കുറിച്ച് ഒരിക്കലും അറിയത്തില്ല. എന്ത് ചർച്ചയാവാൻ? അത് ഇവിടെ പിണറായി വിജയനും ഇവരൊക്കെ ഭരിക്കുന്ന നാടല്ലേ. ഇവിടെ ആർക്കും എന്ത് ചർച്ചയാവാൻ? ഇവിടെ കമ്മ്യൂണിസവും പറയുന്ന ആദർശവും ഒന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അവരെ കുറേ കാര്യങ്ങൾ അവർ നടത്തുന്നു, അവർ നടത്തിക്കൊണ്ട് പോകും. നമ്മളെ കുറേ ആൾക്കാരുണ്ട് ആദർശമുള്ളവർ, നമ്മളിങ്ങനെ തെക്കോട്ടും മുടക്കോട്ടും നടക്കും. പറയാനില്ലേ? അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആയാലും ശബരിമല പാളയൻ, പിന്നെ ഈ ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം അത് ഒറിജിനലാണെന്നൊന്ന് അന്വേഷിക്കണം കേട്ടോ. പിന്നെ അതിനകത്ത് 4 വശം ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇവന്മാർ അടിച്ചു മാറ്റിയതോടെ അന്വേഷിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.